ഹായ് ഗായ്സ്. ആമേൻ മൂവിയിൽ ഒരു സീനുണ്ട്. ശശികലിംഗ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ ഒരമ്മച്ചിക്ക് ഒരു പൊതി കൊടുക്കുന്നു. പൊതി നോക്കുമ്പോൾ പുറമെ നല്ല ഭംഗിയാണ്, നല്ല ഇലയിലൊക്കെ പൊതിഞ്ഞ് നല്ല വൃത്തിയുള്ള ഒരു സാധനം, പക്ഷെ ഉള്ളിൽ പ്യുവർ ഷിറ്റാണ്. സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫോർ ന്യൂ വീഡിയോ മൂവി റിവ്യൂ ദുരന്തർ 2. തുടങ്ങുന്നതിന് മുമ്പ് പറയാം, ഇത് സ്ട്രിക്ട്ലി എൻ്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയനും എൻ്റെ പെർസ്പെക്റ്റീവ് രീതിയിലാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. ഡോണ്ട് ഗെറ്റ് എനിത്തിങ് പേഴ്സണൽ. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ ആണ് പറയുന്നത്. ദുരന്തർ 2 ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ വെൽ മെയ്ഡ് ഒരു പടമാണ്. 4 മണിക്കൂർ ദൈർഘ്യമുണ്ട്, 3:55 4 മണിക്കൂർ തന്നെ ഉണ്ട് സിനിമ. ഇപ്പം രണ്ട് മണിക്കൂർ ഇപ്പൊ ഇറങ്ങുന്ന ഈ 2 മണിക്കൂർ പടം പോലും നമ്മൾ മടുപ്പോടെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ 4 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ ഒട്ടും ലാഗടിപ്പിക്കാതെ പക്ക ഇന്റൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഡയറക്ടർ എന്ന രീതിയിൽ ആദിത്യധറിന്റെ വിജയമാണ്. ദുരന്തർ 2 ദ റിവെഞ്ച്. ഈ ബേസിക്കലി പടം ഒരു സ്പൈ ആക്ഷൻ ത്രില്ലറാണ്. ഈ സിനിമയെ ഇതിന്റെ സക്സസിലേക്ക് എത്തിക്കാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഡയറക്ടറും റൈറ്ററുമായ ആദിത്യധർ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസറും. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ്സിലേക്ക് നോക്കുകയാണെങ്കിൽ പെർഫോമൻസുകൾ തന്നെയാണ്. രൺവീർ സിംഗ് അത്യുഗ്രനായിരുന്നു ഈ സിനിമയിൽ. ദുരന്തർ പാർട്ട് 1 മൂപ്പര് നല്ല പെർഫോമൻസ് തന്നെയാണ് കാണിച്ചു വെച്ചിരുന്നത്. പക്ഷെ എങ്കിൽ പോലും അക്ഷയ് ഖന്നയുടെ സഞ്ജയത്തിന്റെയും പെർഫോമൻസുകളും അവരുടെ ഒരു മൊത്തത്തിലുള്ള ക്യാരക്ടറൈസേഷൻ കാരണം മിക്കയിടത്തും രൺവീർ സിംഗ് സൈഡായി പോകുന്നതാണ് നമുക്ക് പാർട്ട് 1. എന്നാൽ ദുരന്തർ പാർട്ട് 2 വന്നു കഴിയുമ്പോൾ പ്യുവർ ഡോമിനൻസ് ആണ് രൺവീർ സിംഗ്. അദ്ദേഹം പടം കംപ്ലീറ്റ്ലി കൊണ്ടുപോകുന്നത് പുള്ളി തന്നെയാണ്. പുള്ളി പ്യുവർ ഡോമിനൻസ് ആണ് സിനിമയിൽ. പിന്നെ പെർഫോമൻസുകൾ നോക്കുമ്പോൾ എടുത്തു പറയേണ്ടത് അർജുൻ റംബാൽ അഭിനയിച്ച മേജർ ഇക്ബാൽ എന്ന ക്യാരക്ടറാണ്. ആ ക്യാരക്ടറാണ് മൂവിയിലെ ഈ പാർട്ട് 2 മെയിൻ വില്ലൻ. പുള്ളിയാണ്. നന്നായിരുന്നു. എങ്കിൽ പോലും ഫസ്റ്റ് പാർട്ടില് അക്ഷയ് ഖന്നയുടെ ആ ഒരു വില്ലനിസവും അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല ഈ അർജുൻ റംബാൽ ചെയ്യുമ്പോൾ. പിന്നെ ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. സഞ്ജയ് ദത്തും അതേപോലെ ഫസ്റ്റ് പാർട്ടിന്റെ അത്ര ഇല്ല. ഇതിനകത്ത് കുറച്ച് ടൈമേ ഉള്ളൂ പുള്ളി. എങ്കിൽ പോലും ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു ഹൈ നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. സാറാ അർജുൻ അഭിനയിച്ച എലീന എന്ന ക്യാരക്ടർ നന്നായിരുന്നു. പടം തുടങ്ങുന്നത് രൺവീർ സിംഗിന്റെ പാസ്റ്റ് കാണിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്പൈ ആയതും അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തെ ഒരു സ്പൈ ആവാൻ വേണ്ടി പ്രേരിപ്പിച്ചെന്നുള്ള കാര്യം നല്ല വൃത്തിയായിട്ട് പടത്തിന്റെ തുടക്കം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ പാസ് പോർഷൻ വളരെ ഗംഭീരമായിരുന്നു. രൺവീർ സിംഗ് ആയി കഴിഞ്ഞാലും രൺവീർ സിംഗിന്റെ ഫാമിലിയിലുള്ളവരായി കഴിഞ്ഞാലും എല്ലാവരും നല്ല പെർഫോമൻസുകൾ തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടതിന്റെ ആർട്ട് വർക്കാണ്. വളരെ നല്ല ഒരു വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ റിയൽ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. വർക്ക് ഈസ് റിയലി ഗുഡ്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി പ്രശംസ അറിയിക്കുന്നുണ്ട്. മ്യൂസിക്കിലേക്ക് വന്നു കഴിയുമ്പോൾ പാർട്ട് 1 അത്രയും ഒരു ഫീല് കിട്ടിയിട്ടില്ല. പാർട്ട് 1 മറ്റേ BGMs ഒന്നും ഇതിൽ വരുന്നില്ല. മൊത്തത്തിൽ മടുപ്പാണെന്നല്ല, എങ്കിലും ഫസ്റ്റ് പാർട്ട് കണ്ടതിന്റെ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി സെക്കൻഡിലേക്ക് വരുന്നില്ല. ഇതില് വേറെ ഫസ്റ്റ് പാർട്ടിൽ 1-2 ഹിന്ദി റെട്രോ സോങ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ വരുമ്പോൾ 3-4 റെട്രോ സോങ്സ് ഒക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും ഫസ്റ്റിന്റെ അത്രയും മ്യൂസിക്കൽ ക്വാളിറ്റി ഇതിൽ വന്നിട്ടില്ല. മൂവിയുടെ മറ്റ് ടെക്നിക്കൽ സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ എഡിറ്റിംഗ് വളരെ പ്രശംസ അറിയിക്കുന്നുണ്ട്. കാര്യം 4 മണിക്കൂർ അടുത്ത് പടം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ ആ പടം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ടീം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ ഗുണവും അതിലൂടെ പറയുന്നുണ്ട്. 4 മണിക്കൂർ ഉണ്ടായിട്ട് കൂടി നമ്മളെ ബോറടിപ്പിക്കാത്ത സ്ക്രിപ്റ്റ് വളരെയധികം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ദുരന്തർ 2 ഒരു മൂവി എന്ന രീതിയിൽ വളരെ നല്ലൊരു സിനിമയാണ്. നമുക്ക് തിയേറ്റർ വർത്തി മൂവി തന്നെയാണ്. ഒരുപാട് എലവേഷൻസും ഒരുപാട് വയലന്റ് ആക്ഷൻസും നല്ല ബ്രൂട്ടൽ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ണ് പോലെ തന്നെയാണ്. വണ്ണിനേക്കാളും കുറച്ചുകൂടെ ബ്രൂട്ടൽ ആണെന്ന് തോന്നി. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത മൂവി കുറച്ചുകൂടെ ബ്രൂട്ടൽ ആണെന്ന രീതിയിൽ. ദുരന്തർ 2 ഒരു മൂവി എന്ന രീതിയിൽ ഇത്രയാണ് പറയാനുള്ളത്. എന്നാൽ ഇതിന്റെ എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ഈ മൂവിയുടെ കോർ പൊളിറ്റിക്സിനോട് എതിർപ്പുണ്ട്. കാര്യം ഈ 4 മണിക്കൂർ മൂവി ശരിക്കും എനിക്കൊരു BJP ക്യാമ്പയിൻ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ദുരന്തർ പാർട്ട് 1 നമുക്ക് കാണാം മാധവന്റെ ക്യാരക്ടർ BJP ഗവൺമെന്റിനെയും ലീഡേഴ്സിനെ പറ്റി നമുക്ക് ഒന്ന് ഹൈപ്പ് ചെയ്യുന്ന കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു കല്ലിയടി ഫീൽ ചെയ്തു. പക്ഷെ ഇടയ്ക്കുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ദുരന്തർ പാർട്ട് 1 ആ പരിപാടി പുട്ടിന് പീരിടുന്ന പോലെയാണെങ്കിൽ പാർട്ട് 2 വരുമ്പോൾ പീരയ്ക്ക് പുട്ടിടുന്ന പോലെയാണ് മൂവി. സിനിമയിൽ മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന തൊട്ട് കുറെ റെഫറൻസ് ഉണ്ട്. പേര് വിളിച്ചും കാണിച്ചും ഒക്കെ ഒരുപാട് റെഫറൻസസ് ഉണ്ട്. ഇതൊക്കെ ബാക്കി സിനിമകൾ ചെയ്യുമ്പോൾ സെൻസർ ചെയ്ത് കളയും, പേര് മാറ്റിക്കും, സീൻസ് കട്ട് ചെയ്യും, മ്യൂട്ട് ചെയ്യിപ്പിക്കും. എന്നാൽ ഈ ദുരന്തറിന് വരുമ്പോൾ ഒരു കുഴപ്പവും ഫേസ് ചെയ്യുന്നില്ല അവരെ ക്രിയേറ്റേഴ്സ്. പേര് എത്ര വേണമെങ്കിലും കാണിച്ചോ, സീൻസ് കാണിച്ചോ, എല്ലാം ഒരു കുഴപ്പമില്ല.
ഹോംബൗണ്ട്, മങ്കിമാൻ, സന്തോഷ് എന്നീ ഇതുപോലുള്ള മൂവികളൊക്കെ ഇന്ത്യയുടെ ട്രൂ പിക്ചർ കാണിക്കുമ്പോൾ അതിനെ സെൻസർ ചെയ്ത് മാറ്റുകയും ദുരന്തർ 2 പോലുള്ള പടങ്ങളിലോ ഇതിനെപ്പറ്റി പറയുമ്പോൾ അവിടെ ഇവർക്കൊക്കെ പെർമിഷൻ കൊടുക്കും. ക്രിയേറ്റീവ് ഡിഫറൻസ് പറയുന്നത് വൺ വേ അല്ല, ഇറ്റ് വർക്ക്സ് ബോത്ത് വേസ്. നിങ്ങൾക്കും ചെയ്യാം അവർക്കും ചെയ്യാം. ഇത് ഇവർക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല, എന്നാൽ ട്രൂ ആയിട്ട് കാണിക്കുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ്. പിന്നെ പടത്തിലുടനീളം ജസ്റ്റിഫിക്കേഷൻസ് തന്നെയാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. പീക്ക് ഡീറ്റെയിലിംഗ് ബൈ ആദിത്യദർ എന്ന് പറഞ്ഞ് ദുരന്തർ 1 കുറെ കൊട്ടിക്കൊഴിച്ചു. എന്നാൽ ദുരന്തർ 2 എന്ന് പറയുമ്പോൾ ഇവരുടെ റിസർച്ച് ഒക്കെ ഭയങ്കര ബ്ലണ്ടറായി മാറുകയാണ്. തുടക്കം തന്നെ പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്നും പറഞ്ഞ് 2-3 മിനിറ്റ് ഡിസ്ക്ലെയിമർ ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ അവരുടെ ഫാക്ട്സ് ഒന്നും റിയൽ അല്ല. കാര്യം 2023 മരിച്ചുപോയ വ്യക്തി 2018 സംതിങ് എന്തോ മരിച്ചുപോയെന്ന് കാണിക്കുകയും 2011 മരിച്ച ആള് 2018 ജീവിച്ചിരിക്കുകയും കാണിക്കുമ്പോൾ അതൊക്കെ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണെന്ന് എനിക്കും മനസ്സിലായില്ല. പിന്നെ മൂവി എന്ന രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. പക്ഷെ എങ്കിലും ഇവിടെ ഒരാൾക്ക് ചെയ്യാമെങ്കിൽ അപ്പുറത്തെ ഒരാൾ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. അപ്പൊ ഈ ഹിപ്പോക്രസി അത്ര നല്ലതല്ലെന്ന് എനിക്ക് പറയാനുള്ളത്. പടത്തിൽ പിന്നെ വേറൊരു ഇസ്രായേൽ റെഫറൻസ് ഉണ്ട്. ഇന്ത്യയും ഇസ്രായേലും മച്ചാൻ മച്ചാൻ എന്ന് പറയുന്ന ഒരു രീതിയിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിന് ഒരു മാസ് ബീജിയം മറ്റേ റാസ്പുട്ടിനൊക്കെ ഇട്ടൊരു സംഭവം ഉണ്ട്. ഇവിടെയൊക്കെ മാധവന്റെ മാസീനെല്ലാം ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രമേ വലുതായിട്ട് തോന്നത്തുള്ളൂ. നമുക്ക് നോക്കുമ്പോൾ ഇയാൾ എന്ത് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി മാധവന്റെ ഫസ്റ്റ് പാർട്ടിൽ പോലും എനിക്ക് അത്രയ്ക്കങ്ങ് വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഇതിൽ വന്നപ്പം അതങ്ങ് ആ ഒരു ഇതങ്ങ് ഊട്ടി ഉറപ്പിച്ച്. എന്നാൽ റിയൽ ലൈഫിൽ മാധവന്റെ ക്യാരക്ടർ ആ ഓഫീസർ ഇങ്ങനെയല്ല. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് സിനിമയിലുള്ള മാധവനെയാണ് ഇഷ്ടപ്പെട്ടത്. എന്നാൽ ശരിക്കുള്ള ആളോട് ഹേറ്റുമാണ് ഉണ്ടായത്. കാര്യം ശരിക്കും അദ്ദേഹം ട്രൂ കാര്യങ്ങളാണ് ഇന്റർവ്യൂയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെ ഒക്കെ സംസാരിക്കുന്നത്. ഇതിൽ വരുമ്പോൾ ഒരു വൺ സൈഡഡ് ആളായിട്ടാണ് സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് ഇതൊക്കെ വൻ ഇൻഫ്ലുവൻസ് തരുന്ന ഒരു കാര്യമാണ് ഈ മൂവിയൊക്കെ. മൂവി യൂത്തിനിടയിൽ നല്ല രീതിയിൽ ഒരു ഓളം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നില്ലെന്ന് മനസ്സിലാകുന്നില്ല. ഓൺലൈൻ OTT റിലീസ് കഴിയുമ്പം ഉറപ്പായിട്ടും ആൾക്കാർ ഇതിനെതിരെ ശക്തമായി അടിക്കുമെന്നാണ് തോന്നുന്നത്. സിനിമയിൽ പിന്നെ ആദിത്യദർ തന്റെ ഭാര്യയോടുള്ള സ്നേഹം മൂത്തിട്ടാണെന്ന് അറിയത്തില്ല. ഭാര്യനെ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് സീനാണത്. പുള്ളിക്കാരിയുടെ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഹക്ക് എന്ന മൂവിയിലെ ക്യാരക്ടർ നെയിം വെച്ചിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പൂക്കി ആദിത്യദർ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മൂവി ടെക്നിക്കലി നോക്കുമ്പം വളരെ നല്ലൊരു മൂവിയാണ്, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എങ്കിൽ പോലും അതിന്റെ കോർ പൊളിറ്റിക്സിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ലെറ്റ് ഡൗൺ ആയിരുന്നു മൂവി. പിന്നെ ദുരന്തർ പാർട്ട് 1 കണ്ടിഷ്ടപ്പെട്ട എന്നായാലും ഈ മൂവി കാണുക. കാര്യം അതിന്റെ കംപ്ലീഷൻ ആണല്ലോ. പിന്നെ എല്ലാവർക്കും ഒപ്പീനിയൻ ആണെന്നില്ല. നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എല്ലാം വ്യത്യസ്തമാണ്. എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമാവില്ല. അതൊക്കെ ഡിഫേഴ്സ്, അതിൽ കാര്യമില്ല. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗുഡ് ഫോർ യു, അല്ലെങ്കിൽ അല്ല. സിനിമയായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്താന്ന് വെച്ചാൽ ഈ പടമൊക്കെ നോർത്തിൽ കാണിക്കുമ്പോൾ അവിടെയുള്ള റൈറ്റ് എക്സ്ട്രീമിസ്റ്റുകളൊക്കെ ഇത് സീരിയസ് ആയി എടുത്ത് അവരെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യും. സോ ദിസ് ഇസ് ദ റിവ്യൂ ഓഫ് ദുരന്തർ 2. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ്സിൽ പറയാം. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. 4 മണിക്കൂറാണ് പടം. ബോറൊന്നും അടിക്കില്ല. കംപ്ലീറ്റ്ലി ഒരു ഇന്റൻസ് പരിപാടിയാണ്. താങ്ക് യു.